RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ബാങ്കിങ് മെത്തേഡാണ്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി നിലവിൽ ഒരുവിധം ആളുകളെല്ലാം തന്നെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫറിങ് ടൂളാണ് RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഫോം ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ where the transmission take place on a real time basis. RTGS എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ് ഫോമാണ്. അതോടൊപ്പം തന്നെ അതിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് റിയൽ ടൈം ബേസിസ് ആണ്. എത്ര രൂപയാണോ RTGSലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അറ്റ് എ ടൈം അത് ബെനിഫിഷ്യറിയിലേക്ക് എത്തും എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് ഫോം ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടുള്ള RTGSന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിനെ കുറിച്ച് കൊടുത്ത ഡെഫിനിഷൻ എങ്ങനെയാണ്? RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് വിച്ച് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് എ സിസ്റ്റം. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു സിസ്റ്റമാണ്. വേർ ദർ ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് റിയൽ ടൈം സെറ്റിൽമെൻറ്റ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫേഴ്സ്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തുടർച്ചയായിട്ടുള്ളതും യാഥാസ്ഥികതയുള്ളതും റിയൽ ടൈം അറ്റ് എ ടൈം ഓൺ പ്രോസസ്സിംഗ് സെറ്റിൽമെൻറ്റ് ഫണ്ട് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ഫണ്ട് ട്രാൻസ്ഫറാണ് RTGS എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഓൺ എ ട്രാൻസാക്ഷൻ ബൈ ട്രാൻസാക്ഷൻ ബേസിസ് വിത്തൗട്ട് നെറ്റിംഗ്. ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷനാണ്. നിങ്ങളൊരു 2 lakh ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അറ്റ് എ ടൈം റിയൽ ടൈം ക്വിക്ക്ലി വേഗത്തിൽ ബെനിഫിഷ്യറിയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ് RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. റിയൽ ടൈം മീൻസ് ദ പ്രോസസ്സിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് ദ ടൈം ദേ ആർ റിസീവ്ഡ്. എപ്പോഴാണോ ആ ഫണ്ട് സെൻഡ് ചെയ്യുന്നത് അറ്റ് എ ടൈം തന്നെ ആ ഫണ്ട് അവിടെ എത്തുന്നു എന്നതുകൊണ്ടാണ് ഇതിനെ റിയൽ ടൈം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഗ്രോസ് സെറ്റിൽമെൻറ്റ് മീൻസ് ദാറ്റ് ദ സെറ്റിൽമെൻറ്റ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ഒക്കേഴ്സ് ഇൻഡിവിജ്വലായിട്ടാണ്, ബാച്ച് വൈസ് അല്ല. ഇൻഡിവിജ്വലി നിങ്ങൾ 2 lakh ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പ്രോസസ്സിങ് ചെയ്യും, വെയിറ്റ് ചെയ്യൂല. അറ്റ് എ ടൈം ഓരോ സമയാസമയങ്ങളിൽ RTGSൽ വരുന്ന അപ്ഡേറ്റിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, സൈറ്റിൽ വരുന്ന അപ്ഡേറ്റിനനുസരിച്ച് അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നു, ഫണ്ട് ട്രാൻസ്ഫറിങ് നടത്തുന്നു. സോ ഇറ്റ്സ് എ ഗ്രോസ് സെറ്റിൽമെൻറ്റ് ആൻഡ് റിയൽ ടൈം സെറ്റിൽമെൻറ്റ്. ഓക്കെ, ഗുഡ്. RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ് ടൂളാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫണ്ട് ട്രാൻസ്ഫറിങ് ടൂൾ കൂടിയാണ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ് ടൂൾ കൂടിയാണ് RTGS എന്ന് പറയുന്നത്. ഇനി RTGSൻ്റെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിൻ്റെ ഫീച്ചേഴ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? In India, transfer of fund with RTGS is done for high value transaction, the minimum amount being ₹2 lakh. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിലൂടെ ഇന്ത്യയിൽ ഒരാൾക്ക് RTGS ചെയ്യണമെങ്കിൽ, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ചെയ്യണമെങ്കിൽ ഹൈ വാല്യൂവിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം RTGS ചെയ്യണമെങ്കിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ₹2 lakh ആണ്. അപ്പോൾ RTGSലൂടെ ഒരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ അപ്പർ ലിമിറ്റ്. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നൊരു സീലിംഗ് ലിമിറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. 2 lakh മിനിമം വേണം എന്നേ ഉള്ളൂ, മാക്സിമം എത്രയും ആവാം. മാക്സിമം ഇത്രയേ പാടുള്ളൂ എന്ന് പറയുന്നൊരു ലിമിറ്റ് RTGSനില്ല. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിൽ ഒരേ ഒരു കണ്ടീഷനാണ് പറഞ്ഞത്, മിനിമം RTGS ഉപയോഗിക്കണമെങ്കിൽ മിനിമം ₹2 lakh ഉണ്ടായിരിക്കണം, മാക്സിമം ലിമിറ്റ് ഇല്ല. അത് തന്നെയാണ്. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മൾ RTGSൻ്റെ ഫീച്ചേഴ്സുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഫീച്ചർ നമ്മൾ പറഞ്ഞു, എന്ത്? മിനിമം 2 ലക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ RTGS ഉപയോഗിക്കാൻ പാടുള്ളൂ.
മാക്സിമം ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ അപ്പർ ലിമിറ്റ്. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. RTGS ട്രാൻസാക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് ഇൻഡിവിജ്വലി ആൻഡ് ഓൺ എ ഗ്രോസ് ബേസിസ്. RTGS ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടാണ്, അതോടൊപ്പം തന്നെ അത് ഗ്രോസ് ബേസിസ് ആണ്. നമ്മൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. RTGSൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ കസ്റ്റമർ ഇനീഷ്യേറ്റിംഗ് ദ RTGS ഹാസ് ടു ഹാവ്, ഒരു കസ്റ്റമർ RTGSനെ ഇനീഷ്യേറ്റ് ചെയ്താൽ, ഒരു കസ്റ്റമർ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിലൂടെ RTGSലൂടെ ഫണ്ട് ട്രാൻസ്ഫറിന് നിൽക്കുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ ബെനിഫിഷ്യറിയുടെ നെയിം ഉണ്ടായിരിക്കണം, ബെനിഫിഷ്യറിയുടെ IFSC കോഡ് ഉണ്ടായിരിക്കണം, ബെനിഫിഷ്യറിയുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ IFSC കോഡ് ഉണ്ടായിരിക്കണം, ബാങ്കിൻ്റെ IFSC കോഡ് ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ ബെനിഫിഷ്യറിയുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, ബെനിഫിഷ്യറിയുടെ നെയിം ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ RTGSലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ RTGSലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാരണം RTGS എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് പുഷ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ക്രെഡിറ്റ് പുഷ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. RTGS ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ബെനിഫിഷ്യറിയിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളിലേക്ക് മാത്രമേ എത്തുള്ളൂ. ഒരിക്കലും അത് മറ്റൊരാളിലേക്ക് പോവില്ല. ഷുവറാണ്, RBI തന്നെ പറയുന്നുണ്ട് അതൊരിക്കലും മറ്റൊരാളിലേക്ക് പാസ് ഓൺ ചെയ്യില്ല. നിങ്ങൾ ആരിലേക്കാണോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളിലേക്ക് മാത്രമേ പോവുള്ളൂ. കാരണം RTGSൽ ഫോളോ ചെയ്യുന്നത് ക്രെഡിറ്റ് പുഷ് സിസ്റ്റമാണ്. അതായത് ഒരു RTGS ഒരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ബെനിഫിഷ്യറിയുടെ പേരുണ്ടായിരിക്കണം, ബെനിഫിഷ്യറിയുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, ആ ബാങ്കിൻ്റെ ബ്രാഞ്ച് നെയിമും അതോടൊപ്പം തന്നെ IFSC കോഡ് ഉണ്ടായിരിക്കണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ബെനിഫിഷ്യറിയുടെ നെയിം, IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട്, അയാളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, RTGSലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതൊരു വലിയ ഫീച്ചർ തന്നെയാണ്. അതാണ് ക്രെഡിറ്റ് പുഷ് സിസ്റ്റം ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത്. RTGS ആദ്യമായി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് 1985-ലാണ്. ഈ 2020 RTGSനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ 1,40,000-ൽ കൂടുതൽ ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് RTGSൻ്റെ ഭാഗമാണ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമാണ്. ഇതെല്ലാ ഏരിയാസിലും RTGSൻ്റെ ആ ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കറൻ്റ്ലി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ് ടൂളാണ് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ RTGSൻ്റെ ഫീച്ചേഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫീച്ചേഴ്സ് തന്നെ നമുക്ക് തുടർന്ന് പോകാം. അപ്പോൾ നമ്മൾ RTGS എന്താന്ന് പറഞ്ഞു, ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ് ടൂളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് റിയൽ ടൈം ആയിട്ടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അത് ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണെന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മൾ മിനിമം 2 lakh വേണമെന്ന് പറഞ്ഞു, മാക്സിമം ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വലായിട്ടും ഗ്രോസ് സെറ്റിൽമെൻ്റ് ആയിട്ടാണെന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു RTGS എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് പുഷ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആര് അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ അക്കൗണ്ടിലേക്ക് മാത്രമേ പോവുള്ളൂ. അതോടൊപ്പം തന്നെ RTGS ചെയ്യണമെങ്കിൽ ബെനിഫിഷ്യറിയുടെ നെയിം, ആരിലേക്കാണോ നമ്മൾ ഫണ്ട് അയക്കുന്നത് അയാളുടെ പേര്, അയാളുടെ ബാങ്ക് അക്കൗണ്ട്, അയാളുടെ ബാങ്കിൻ്റെ IFSC കോഡ്, അയാളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് നെയിം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. 1985-ലാണ് ഈ സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ ഏകദേശം 1,40,000-ൽ കൂടുതൽ ബ്രാഞ്ചസുകൾ RTGSനെ സപ്പോർട്ട് ചെയ്യുന്നു. ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ RTGSനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്നൊരു ഡൗട്ട്സിന് ഉണ്ടാവാൻ പാടില്ല. ദ സിസ്റ്റം ഹൈലി റിലയബിൾ and is powered by the RBI. RTGS സിസ്റ്റം വളരെയധികം റിലയബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റുന്ന ടൂളാണ്. കാരണം ആൻഡ് ഇസ് പവേർഡ് ബൈ ദ RBI. സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള, ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI ആണ് ഇതിൻ്റെ എല്ലാം അതിനെ പവർ ചെയ്യുന്നത്. RTGS എന്ന് പറയുന്ന ടൂളിനെ മേക്ക് ചെയ്യുന്നതും അതിനെ ഫോളോ ചെയ്യുന്നതും അതിനെ പവർ ചെയ്യപ്പെടുന്നതും അതിനെ കൺട്രോൾ ചെയ്യപ്പെടുന്നതും പവേർഡ് ബൈ ദ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സോ ഇറ്റ്സ് ആൻ റിലയബിൾ ടൂൾ.
ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ടൂളാണ് RTGS എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, വൺ ദീസ് സെറ്റിൽമെൻറ്റ്സ് ആർ മെയ്ഡ്, the amount transferred is irrecoverable and its final transaction. ഒരിക്കൽ നിങ്ങൾ RTGSൽ പേയ്മെൻറ്റ് ചെയ്താൽ, RTGSലൂടെ നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ ഇറ്റ്സ് നോട്ട് റിക്കവറബിൾ. അതൊരിക്കലും തിരിച്ചിട്ടൂല, പിന്നെ ഇറ്റ്സ് ഫൈനൽ. അത് ഫൈനലാണ്. ബെനിഫിഷ്യറിൻ്റെ നെയിമും ബെനിഫിഷ്യറിയുടെ IFSC കോഡും ബാങ്ക് അക്കൗണ്ടും എല്ലാം കൊടുത്ത് നിങ്ങൾ ഒരിക്കൽ RTGS ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ്സ് നോട്ട് റിക്കവറബിൾ. അതൊരിക്കലും റിക്കവറബിൾ അല്ല, ഇറ്റ്സ് ഫൈനൽ. അത് ഫൈനൽ ട്രാൻസാക്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതൊരിക്കലും റിക്കവറബിൾ അല്ല എന്നതാണ്. നെക്സ്റ്റ് ഫീച്ചർ പറയുന്നു, ഇറ്റ് ഓഫേഴ്സ് ആൻ ഇമ്മീഡിയറ്റ് ക്ലിയറിംഗ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്ലിയറിംഗ് ആണ് RTGS ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് പേ ചെയ്താൽ അറ്റ് എ ടൈം അതെന്ത് ചെയ്യുന്നു, ക്വിക്കായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ക്ലിയറിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആ മുന്നത്തെ പോയിന്റും കൂടെ കൂട്ടി വായിച്ചാൽ ഈ പോയിന്റ്സ് ഓർത്തിരിക്കാൻ സുഖമാണ്. ഇമ്മീഡിയറ്റ് ക്ലിയറിംഗ്, ഇറ്റ്സ് നോട്ട് എ റിക്കവറബിൾ. ഒരിക്കലും റിക്കവറബിൾ അല്ല, തിരിച്ചിട്ടൂല. അത് പേ ചെയ്താൽ അറ്റ് എ ടൈം അതെന്ത് ചെയ്യുന്നതാണ്, ഇമ്മീഡിയറ്റ് ക്ലിയറിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫീച്ചർ പറയുന്നു, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത്, ദ പ്രോസസ് ഫോളോ എ 1-to-1 ബേസിസ് ഫോർ ക്രെഡിറ്റിംഗ് ദ ഫണ്ട്. ഫണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി 1-to-1 ബേസിസ്, 1-to-1, 1 കഴിഞ്ഞ് 1 എന്ന രീതിയിലാണ് ഫണ്ട് RTGSൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദ പ്രോസസ് ഫോളോ എ 1-to-1 ബേസിസ് ഫോർ ക്രെഡിറ്റിംഗ് ദ ഫണ്ട്. ഫണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് 1-to-1, 1 കഴിഞ്ഞ് 1 എന്ന രീതിയിലാണ്. ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷനാണ്, ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ്, റിയൽ ടൈം പ്രോസസ്സിംഗ് ആണ്. സോ അവിടെ ഫോളോ ചെയ്യുന്ന പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് 1-to-1 ബേസിസ് പ്രോസസ്സിംഗ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത് RTGS എന്ന് പറയുന്നത്. The RTGS process follow a 1-to-1 basis for crediting the fund. ഫണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി 1-to-1 എന്ന രീതിയിലാണ്, 1 കഴിഞ്ഞ് 1 കഴിഞ്ഞ് 1 1 കഴിഞ്ഞ് 1 1-to-1 1-to-1 എന്ന പ്രോസസ്സാണ് RTGS ഫോളോ ചെയ്യുന്നത് എന്നർത്ഥം. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ ക്യാൻ എക്സിക്യൂട്ട് ദീസ് ട്രാൻസാക്ഷൻ ഓൺ എ ഗ്രോസ് ബേസിസ്. നമ്മളിതിൻ്റെ തുടക്കം മുതൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ റിയൽ ടൈം എന്ന വാക്കിനും ഗ്രോസ് എന്ന വാക്കിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ RTGSൽ ആര് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താലും അത് റിയൽ ടൈം ആയിരിക്കും, ഗ്രോസ് സെറ്റിൽമെൻ്റ് ആയിരിക്കും, അത് ഫൈനൽ ആയിരിക്കും, ഇറിക്കവറബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ 1-to-1 ബേസിസ് ആണ് ഫണ്ടിൻ്റെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതും RTGSൻ്റെ ഒരു ഫീച്ചറാണ്. RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ചാർജ് ഈടാക്കുന്നുണ്ടോ? നോ ചാർജസ് ഫോർ യൂസിങ് RTGS. RTGS ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ചാർജസും കൊടുക്കേണ്ടതില്ല. അപ് ടു ജൂലൈ 1, 2019 ജൂലൈ വരെ RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ഉപയോഗിക്കുന്നതിന് ഒരു പേയ്മെൻറ്റും ഒരു ചാർജസും ഈടാക്കിയിരുന്നില്ല. RTGS ഉപയോഗിക്കാൻ ചാർജ് വേണ്ടായിരുന്നു. കാരണം ഡിജിറ്റൽ സിസ്റ്റത്തിനെ എൻകറേജ് ചെയ്യിക്കുന്നതിന് വേണ്ടി 2019 വരെ RTGS ആരെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഫണ്ട് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആരും ചെയ്യുന്നില്ല, RTGSൻ്റെ ചാർജസ് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ 2019 ജൂലൈ 1 മുതൽ RTGSലൂടെ ഒരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ചാർജസ് ഈടാക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ 24 രൂപ 50 പൈസ, 24 രൂപ 50 പൈസയാണ് ചാർജ് ഈടാക്കുന്നത്. എബോവ് 5 ലാക്ക് ആണെങ്കിൽ, 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 49 രൂപ 50 പൈസയാണ് RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ് സിസ്റ്റം ഒരു ആൾ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് ജൂലൈ 1, 2019 ശേഷം വരുന്ന ചാർജ് എന്ന് പറയുന്നത് 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ 24 രൂപ 50 പൈസയും എബോവ് 5 ലാക്ക് ആണെങ്കിൽ 49 രൂപ 50 പൈസയും ആയിരിക്കും. അത് RBI ഫിക്സ് ചെയ്തതാണ്. അത് ഒരിക്കലും ചാർജ് മാറ്റം വരുത്താൻ മറ്റൊരു ബാങ്കുകൾക്ക് സാധിക്കില്ല. RBI ഫിക്സ്ഡ് ആണ്. കാരണം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിന് RTGS എന്ന് പറയുന്ന ഫണ്ട് ട്രാൻസ്ഫറിങ് സിസ്റ്റത്തെ മൊത്തം പവർ ചെയ്യപ്പെടുന്നത്, കൺട്രോൾ ചെയ്യപ്പെടുന്നത് RBI ആണ്.
സോ ഈ RBI പറയുന്ന ചാർജസ് മാത്രമേ ബാങ്കിങ് ഫീൽഡിലേക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ. ഏതൊരു ബാങ്കിനും RTGS ഉപയോഗിക്കുന്നതിന് 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ 24 രൂപയും 50 പൈസയും ചാർജ് ഈടാക്കാവുന്നതാണ്. എബോവ് 5 ലാക്ക് ആണെങ്കിൽ 49 രൂപയും 50 പൈസയും ചാർജസ് ഈടാക്കാവുന്നതാണ്. RTGSൻ്റെ ചാർജാണ് കേട്ടോ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോവാം. RTGS once can only take place within a certain banking hour. RTGS ചെയ്യുമ്പോൾ 24/7 അല്ല, അതായത് ഈ 24 ഹവറും RTGS വർക്കിംഗ് അല്ല. RTGS ബാങ്കിങ് ഹവറിൽ മാത്രമേ വർക്കിംഗ് ആവുള്ളൂ. RTGSൻ്റെ ടൈം RBI പറയുന്നത്, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RTGSൻ്റെ ടൈം പറയുന്നത് 7 AM മുതൽ 6 PM വരെയാണ്. 7 മണി മുതൽ മോർണിംഗിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് RBI എന്ത് ചെയ്യുന്നത്, RTGSന് ടൈം ഫിക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷേ RBI തന്നെ പറയുന്നുണ്ട് 7 മണി മുതൽ 6 മണി വരെ ആണെങ്കിലും അത് ബാങ്കുകൾക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ബാങ്കുകൾക്കനുസരിച്ച്, ഓരോ ബാങ്കിൻ്റെയും തീരുമാനത്തിനനുസരിച്ച്, അവരുടെ തീരുമാനപ്രകാരം ഞങ്ങളെ ബാങ്കിൽ ഇങ്ങനെ RTGSൻ്റെ ടൈം എന്ന് അവർക്ക് ഫിക്സ് ചെയ്യാം. ഓരോ ബാങ്കും അവർ ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ച് RTGS ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, RTGSലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ടൈം നോക്കിയിട്ട് വേണം ചെയ്യാൻ. കാരണം 7 മണി മുതൽ 6 മണി വരെയാണ്, 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ RTGS ചെയ്യാനുള്ള സമയം. പക്ഷെ അതേസമയം RBI പറയുന്നു ഓരോ ബാങ്കുകൾക്കും അവർക്ക് ആവശ്യമുള്ള സമയം ഫിക്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇപ്പം നോർമലി നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കറൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാ ബാങ്കുകളും ഫോളോ ചെയ്യുന്ന ഒരു RTGS ടൈം എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിലാണെങ്കിൽ 9 AM മുതൽ 4:30 PM 4:30 വരെയാണ്. 9 മണി മുതൽ 4:30 വരെയാണ്. വീക്കെൻഡ് ഡേയ്സിലാണെങ്കിൽ 9 മണി മുതൽ 2 മണി വരെയാണ് എന്ത് RTGSൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ RTGS ടൈം ഫിക്സ്ഡ് ആണ്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിന് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് ബാങ്കിങ്ങിൽ വീക്ക് എൻഡ് അല്ലാത്ത വീക്ക് ഡേയ്സുകളിൽ 9 മണി മുതൽ 4:30 വരെയും, വീക്കെൻഡ് ഡേയ്സ് ആണെങ്കിൽ 9 മണി മുതൽ 2 മണി വരെയുമാണ് ബാങ്കിങ് RTGSൻ്റെ ടൈം എന്ന് പറയുന്നത്. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണക്കാക്കിയിട്ടുള്ള RTGSൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. എന്നാൽ ഓരോ ബാങ്കിലും അവർക്കനുസരിച്ച് എന്ത് ചെയ്യാവുന്നതാണ്, RTGS ബാങ്കിങ് ഹവർ തീരുമാനിക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ കോമൺലി കണ്ടുവരുന്ന ബാങ്കിങ് ഹവേഴ്സ് എന്ന് പറയുന്നത്, RTGS ബാങ്കിങ് ഹവേഴ്സ് എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിൽ 9 മണി മുതൽ 4:30 വരെയും, വീക്കെൻഡ് ആണെങ്കിൽ 9 മണി മുതൽ 2 മണി വരെയും ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ദ ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ RBI ആണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. ആൻഡ് ഈസ് അപ്ലിക്കബിൾ ഫോർ ട്രാൻസ്ഫർ വിത്തിൻ ദ കൺട്രി ഓൺലി. അതിപ്പോൾ ഒരു പോയിൻറ്റ്സ് ആയിട്ട് പറയേണ്ട ഒരു പോയിൻ്റ് ആണോ എന്ന് ചോദിച്ചാലാണ്, അല്ല എന്ന് ചോദിച്ചാൽ അല്ല. അതായത് ഇവരിപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഏത്, ദ ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ RBI ആൻഡ് ഈസ് അപ്ലിക്കബിൾ ഫോർ ട്രാൻസ്ഫേഴ്സ് വിത്തിൻ ദ കൺട്രി ഓൺലി. ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RTGS ഇന്ത്യക്കകത്തുള്ള ഫണ്ട് ട്രാൻസ്ഫറിങ്ങിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആയാലും, RTGS ആയാലും, നെഫ്റ്റ് ആയാലും, IMPS ആയാലും, UPI ആയാലും, ഈ പറഞ്ഞ ഏത് ഫണ്ട് ട്രാൻസ്ഫറിങ് മെത്തേഡാണെങ്കിലും വിത്തിൻ ഇന്ത്യയാണ് കേട്ടോ. ഒരു രാജ്യത്തിനുള്ളിലെ സെൻട്രൽ ബാങ്ക് കൺട്രോൾ ചെയ്തിട്ടാണ് ഈ ഫണ്ട് ട്രാൻസ്ഫറൊക്കെ നടക്കുന്നത്. ആ രാജ്യത്തിനകത്ത് മാത്രമാണ് ആ ഫണ്ട് ട്രാൻസ്ഫറിങ് ഉണ്ടാവുക. ആ രാജ്യത്തിന് പുറത്ത് പോയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ആവശ്യമാണെങ്കിലാണ് ഷിഫ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഷിഫ്റ്റ് എന്ന് പറയുന്ന ഫണ്ട് ട്രാൻസ്ഫറാണ്. ഇൻ്റർനാഷണൽ
ഇൻ്റർനാഷണൽ ഫണ്ട് ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നെഫ്റ്റ് ആയിക്കോട്ടെ, ഇനി അതല്ല RTGS ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആയിക്കോട്ടെ, IMPS ആയിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ്ങും വിത്തിൻ ഇന്ത്യയാണ്, വിത്തിൻ കൺട്രിയാണ്. അത് ഓരോ രാജ്യത്തും അവർ യൂസ് ചെയ്യുന്നുണ്ടാവാം. RBI കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ നെഫ്റ്റും അതേപോലെ തന്നെ RTGSഉം IMPSഉം എല്ലാം നടക്കുന്നത്. സോ വിത്തിൻ കൺട്രിയാണ് ഈ ഫണ്ടിൻ്റെ എല്ലാം ട്രാൻസ്ഫറിങ് നടക്കുന്നത്. ഔട്ട് ഓഫ് നാഷൻ ഇൻ്റർനാഷണൽ പേയ്മെൻ്റ് ആണെങ്കിൽ അവിടെ ഷിഫ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, ദ ട്രാൻസാക്ഷൻ ആസ് എ ലീഗൽ ബാക്കിംഗ്. RTGSയിലൂടെ ഒരാൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലീഗൽ ബാക്കിംഗ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. ലീഗൽ ബാക്കിംഗ്, RTGS, the transaction has a legal, the RTGS transaction has a legal backing. നിയമപരമായ സാധുതയുണ്ടായിരിക്കും. ഞാൻ ആ ഫണ്ട് അയച്ചിട്ടുണ്ട് എന്നതിന് കോർട്ടിൽ നമുക്ക് തെളിവായിട്ട് RTGS ട്രാൻസാക്ഷൻസ് നിൽക്കും എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ ലീഗൽ ബാക്കിംഗ്. അതോടൊപ്പം തന്നെ RTGSൽ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള മോഡുണ്ട്. രണ്ട് രീതിയിൽ, ദ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഓൺലൈൻ RTGSഉം മറ്റൊന്ന് ഓഫ്ലൈൻ RTGS ആണ്. ഓൺലൈൻ RTGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ RTGSഉം ചെയ്യാം. അതല്ല ഓഫ്ലൈൻ RTGS ആണെങ്കിൽ നമുക്ക് ബാങ്കിൽ നേരിട്ട് പോയിട്ട് അവിടെ നമുക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു കസ്റ്റമർ നേരിട്ട് ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് RTGSനോട് ഫണ്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കുക, RTGSയിലൂടെ ഫണ്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഓഫ്ലൈൻ RTGSഉം. ഒരാൾ ബാങ്കിങ് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ബാങ്കിൻ്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അയാളെ ബാങ്ക് അക്കൗണ്ടിലൂടെ ബാങ്കിങ് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അത് ത്രൂ RTGS ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓൺലൈൻ RTGS എന്ന് പറയും. ഈ രണ്ട് രീതിയിലുള്ള RTGS ഉണ്ട്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ഓഫ്ലൈൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ദ ലാസ്റ്റ് പോയിന്റ്, UTR, യുണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ്. UTR എന്ന് പറയുന്നത് ഒരു 22 ക്യാരക്ടർ കോഡാണ്, 22 ഡിജിറ്റുള്ള ഒരു കോഡാണ് UTR, യുണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് RTGSയിലൂടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്കിംഗ് കോഡായിട്ടാണ് UTR, യുണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ ഉപയോഗിക്കുന്നത്. യുണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ അഥവാ UTR ഉപയോഗിക്കുന്നത് RTGSയിലൂടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 22 ഡിജിറ്റ് ക്യാരക്ടർ കോഡാണ് UTR എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് RTGSനെ കുറിച്ച് പറയാനുള്ളത്. RTGS എന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ് സിസ്റ്റമാണ്. ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷവും മാക്സിമം എത്രയും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ബാങ്കിങ് ഹവറിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, RTGS ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ക്രെഡിറ്റ് പുഷ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ആരിലേക്കാണോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത് അയാളിലേക്ക് മാത്രമേ എത്തുള്ളൂ. അതോടൊപ്പം തന്നെ ബെനിഫിഷ്യറി നെയിമും ബെനിഫിഷ്യറി ബാങ്ക് അക്കൗണ്ടും IFSC കോഡും ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, RTGS ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് RTGSനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഗുഡ് ബൈ.